കുട്ടികൾ അവരുടെ ഈ കാലം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു പ്രായമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കലാസാഹിത്യ പരിപാടികളിലും മറ്റൊക്കെ അവരുടെ താല്പര്യം അത് പുതിയ കാലത്തിന്റെ ഈ ഒരു വല്ലാത്ത ലോകത്തിന്റെ ഒരു സാഹചര്യത്തിൽ കലാസാഹിത്യ പരിപാടികളിൽ ബന്ധപ്പെടാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോ അത് നമ്മുടേതായ രീതിയിലാക്കുക, നമ്മുടെ പരിധിക്കും പരിമിതിക്കുമുള്ളിൽ വലിയ ലോകം സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ വലിയൊരു ഉദ്ദേശം ഈ മേഖലയിലുണ്ട്. കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു കല എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമാണ്. ശരിക്കും നമ്മളൊരു സംഗതിയെ അത് സൗന്ദര്യത്തോടുകൂടി അതിനെ നോക്കിക്കാണുന്നതിനെയാണ് അതിന് കല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒക്കെ വിശ്വാസികളാണ്. ഏകദൈവമായ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഹദീസുകളൊക്കെ നമ്മൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒക്കെ നമ്മൾ പിന്തുടരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ വിശ്വാസം ഒരാൾ ഒരു കാവ്യാത്മകമായി അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യം, സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു പുഷ്പത്തെ കാണുമ്പോൾ അതൊരു പൂവാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ അത് വേറെ തരത്തിൽ അതിനെ അവതരിപ്പിക്കുന്നതും രണ്ടും പുഷ്പം തന്നെയാണ്. പക്ഷെ അത് കാവ്യാത്മകമായി അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. ചില ആളുകളുടെ പ്രസംഗം നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ എത്ര നേരം അവർ എന്തിനെ കുറിച്ച് സംസാരിച്ചാലും കേട്ടു നിൽക്കും. അവർ പറയുന്ന കാര്യങ്ങൾ വേറൊരാളിങ്ങനെ വായിച്ചാലും കാര്യം ഒന്ന് തന്നെയാണ്. പക്ഷെ മറ്റൊരാൾ അവതരിപ്പിക്കുമ്പം അതിനൊരു സൗന്ദര്യമുണ്ട്. അതാണ് ഈ കല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകളുടെ സംസാരം, ചില ആളുകളുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ ആവേശപൂർവ്വം സ്വീകരിക്കുന്നതും കേൾക്കുന്നതും. ഇത് മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ കാലഘട്ടത്തിലെ കവികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് വലിയ മാനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അതിനൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രകീർത്തന ഗാനങ്ങൾ വന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇമാം ബൂസരിയുടെ ബുർദ പോലെയുള്ള പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു മാനം ഉണ്ടാക്കിയത് നമ്മുടെ പ്രഗത്ഭരായ ആത്മീയ നേതാക്കന്മാരാണ്. അതുകൊണ്ട് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേറെ ഒരു പ്രതലമുണ്ട്. നമ്മള് കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോ ഞാൻ ഒരു ചരിത്രം പറഞ്ഞ ബോറടിപ്പിക്കുകയല്ല. കേരളത്തിലേക്ക് ഇസ്ലാം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും ഇവിടെ വന്ന് മതപ്രബോധനം നടത്തിയപ്പോ ഇവിടത്തെ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വലിയ സവർണരായ മനുഷ്യരും ഉന്നത കുലജാതിക്കാരായ മനുഷ്യരും ജാതിയുടെ ഉച്ചനീചത്വങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലത്താണ് ഇസ്ലാം ഇവിടെ വരുന്നത്. ജാതിയുടെ ഉച്ചനീചത്വം എന്നൊക്കെ പറയുന്നത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളത് അനുഭവിച്ചവരല്ല. താഴ്ന്ന ജാതിക്കാരായ ആളുകള് വലിയ തമ്പുരാക്കന്മാരെ വീട്ടിൽ പോലും അവർക്ക് പ്രവേശനമില്ല. അവർ കുടിക്കുന്ന കിണറിൽ നിന്ന് ഇവർ വെള്ളം കുടിക്കാൻ പാടില്ല. വീട്ടിന്റെ അകത്ത് കയറാൻ പാടില്ല. ഈ അടുത്ത കാലത്ത് ദളിത് ചിന്തകനായ ഡോക്ടർ എം കുഞ്ഞാമൻ, അദ്ദേഹം മരിച്ചുപോയി അടുത്ത കാലത്ത്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛനും തമ്പുരാന്റെ വീട്ടിൽ ചെന്നിട്ട് അവര് ഈ മുറ്റത്ത് നിലത്ത് കുഴി കുത്തിയിട്ട് അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുത്ത് അത് കുടിച്ചിട്ടുണ്ട്. പാത്രത്തിൽ കുടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, തൊട്ടാൽ അയിത്തം ഉണ്ടാവുന്ന ഒരു കാലം. അങ്ങനെ ജാതിയുടെ അവർണ സവർണ വിഭജനമൊക്കെ ഇവിടെ നടന്ന ഒരു കാലത്താണ് ഇസ്ലാം ഇങ്ങോട്ട് വരുന്നത്. ഇസ്ലാമിക സമൂഹത്തെ ഇവിടെ സ്വീകരിച്ചത് കൊടുങ്ങല്ലൂരിന്റെ രാജാവാണ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പാരിൽ ഇസ്ലാമുദിത്തുള്ള കാലത്ത് പാരന്മാർ അറേബ്യയിൽ കണ്ട വെളിച്ചത്തെ ചേരമാൻ തമ്പൂരാൻ തേടിപ്പോയി മക്കത്തെ അന്നേ കപ്പലുകൾ വന്നേ ഇസ്ലാമിൻ ജ്യോതി മത നീതി അവരോധി ഖുർആനും എത്തി കൊടുങ്ങല്ലൂരും പിന്നെ മറ്റുള്ള പ്രദേശത്തിലും. പണ്ടൊരാളിങ്ങനെ ഇതിനെ കുറിച്ച് പാടിയതാണ്. കൊടുങ്ങല്ലൂരാ വരുന്നത്. അവരുടെ കൂടെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രബലമായ റിപ്പോർട്ട് പറയുന്നത്. അന്ന് ഇവിടെയുള്ള ആളുകൾ അവരുടെ സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുത്തു, മക്കളെ കെട്ടിച്ചു കൊടുത്തു. അന്ന് ലവ് ജിഹാദ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാം കൊണ്ടും. മതപ്രബോധനം നടത്താൻ അവർക്ക് പ്രാർത്ഥനക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എല്ലാ നിലക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു സമൂഹം. ആ സമൂഹം പിന്നെ ഇവിടെ ജീവിക്കുമ്പോ അവര് എല്ലാം ഉണ്ടാക്കിയെടുത്തത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്.
അതാണ് അതിനവരൊരു ഭാഷ ഉണ്ടാക്കി കേരളത്തിലെ മുസ്ലിങ്ങൾ. ഈ ഭാഷ ഉണ്ടാക്കി എന്തിനാണ് ഈ അറബി മലയാളം? നമ്മൾ പലപ്പോഴും ഈ അറബി മലയാളം മദ്രസയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഭാഷയായിട്ട് നമ്മൾ കാണാറുണ്ട്. അറബി മലയാളം, അറബി ലിപിയിൽ മലയാളം എഴുതുക എന്നുള്ള ഒരു കേവലമായ രീതിയല്ല. ഇതിന് വേറൊരു മാനമുണ്ട്. അക്കാലത്ത് ഈ ഹൈന്ദവ സഹോദരന്മാരുടെ ഇടയിലൊക്കെ സംസ്കൃതം പഠിക്കൽ നിർബന്ധമാണ്. അവരെ ഈ ഉയർന്ന ജാതിക്കാർക്ക് സംസ്കൃതം പഠിക്കാൻ പാടുള്ളൂ, മലയാളം പഠിക്കാൻ പാടുള്ളൂ, താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂളിൽ പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധികൾ നിലനിൽക്കുന്നപ്പോഴാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. പള്ളിയിൽ ആദ്യം വരുന്നവരെ പോയി മുമ്പിലെ സെഫിൽ നിൽക്കാൻ, അവിടെ ഈ വലിയ തറവാട്ടുകാരനാണെന്നോ വലിയ പണക്കാരനാണെന്നോ അതൊന്നും അവിടെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപോലെ കാണുന്ന ഒരു സമൂഹത്തെ ആളുകൾ നോക്കിക്കാണുക. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ കടന്നു വന്നു. അങ്ങനെ അവർക്ക് മലയാളം പഠിക്കണം. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കാൻ അറബി ഭാഷ നിർബന്ധമാണ്. അതിനവര് അറിവ് പഠിച്ചേ മതിയാവും. പിന്നെ മലയാളം ഉണ്ടാക്കണം. അതിന് മലയാളം പഠിക്കാനുള്ള സൗകര്യമില്ല. അപ്പൊ ഇവര് അറബി മലയാളം ഉണ്ടാക്കണം. അറബി ലിപിയിൽ മലയാളം ഉണ്ടാക്കുക. അറബിയിലുള്ള ചില അക്ഷരങ്ങൾ മലയാളത്തിലില്ല, മലയാളത്തിലുള്ള ചില അക്ഷരങ്ങൾ അറബിയിലുമില്ല. ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ എന്ന് പറയുന്ന വാക്ക് അറബിയിലില്ല. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. ഫ ഇല്ല, ഫ ആണ് അതിന് പറയുന്നത്. നമ്മള് അറബി മലയാളത്തിലെ മദ്രസയിൽ പാക്ക് പകരം ബാന്റെ താഴെ 2 പുള്ളി ഇട്ട് പാ ഉണ്ടാക്കി. ഈ ള എന്ന് പറയുന്ന വാക്ക് അറബിയിലില്ല. നമ്മൾ ഈ വള നമ്മളെ അറബിയിലില്ല, അത് മലയാളത്തിൽ നമ്മൾ ഉണ്ടാക്കി. മലയാളത്തിൽ ഇല്ലാത്ത അറബിയിലുള്ള അക്ഷരങ്ങളുണ്ട്. അപ്പോ സ, മലയാളത്തിലൊക്കെ ഒരു ദ ഒക്കെ ഉള്ളൂ. സ, ല, ഇതൊക്കെ മലയാളത്തിലൊക്കെ ഒരു ലയമുണ്ട്. അപ്പൊ ഇത് രണ്ടും അറിയുന്നവർക്ക് ഉപയോഗിക്കാനായിട്ട് മഹാന്മാരായ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു മാർഗമാണ് ഈ അറബി മലയാളം. ഈ അറബി മലയാളം നമ്മുടെ സാഹിത്യത്തെയും കലയെയും ഒരുപാട് നമ്മുടെ മുമ്പിലേക്ക് വലിയ തോതിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അക്കാലത്ത് നമ്മൾ പുസ്തകം വാങ്ങുന്നവന് ഏടുകള്, ഉപദേശങ്ങള്, ടെക്സ്റ്റ് ബുക്കുകള്, ഡിക്ഷണറികൾ. എന്റെ കയ്യിലൊക്കെ ഒരു ഭാഷാഭൂഷണം എന്ന് പറയുന്ന ഒരു അറിവില്ലാത്തൊരു ഡിക്ഷണറി ഉണ്ട്. അത് അറബി കിതാബല്ല, ഒരു ഡിക്ഷണറിയാണ്, മലയാളം ഡിക്ഷണറിയാണ്. ശബ്ദം, ഒച്ച, അഴക്, ഭംഗി എന്നൊക്കെ അതിൽ കാണാം. നമ്മൾ വിചാരിക്കുന്നത് അറബി ഗ്രന്ഥമാണ്. അപ്പൊ ആളുകൾക്ക് മലയാളം അറിയില്ല. അപ്പൊ മലയാളം വളരെ 5000-ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. വനിതാ മാസിക പോലും ഉണ്ടായിരുന്നു അറബി മലയാളത്തിൽ. 928-29 കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. നമ്മൾ അങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കി. ആ ഭാഷയിൽ പാട്ടെഴുതി, ആ ഭാഷയിൽ ലേഖനങ്ങൾ എഴുതി, ആ ഭാഷയിൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. എന്നാൽ ഇന്ദുലേഖ പുറത്തിറങ്ങുന്നതിന്റെ 7 വർഷം മുമ്പ് തലശ്ശേരിയിൽ നിന്ന് ചാർ ദർവേശ് എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു നോവൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കോപ്പി കോയിൻകുടി അക്കാദമിയിൽ കൊണ്ടോട്ടിയിലുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങളെ മലയാളിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ. ഒരുപാട് നമ്മളിപ്പോ ഇതുവരെ പഠിച്ചത്. നമ്മളിപ്പോ ഈ ഭാഷയെ കുറിച്ച് നമ്മൾ വിവരമില്ലാത്തവരാണെന്നും അക്ഷര വിരോധികളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മലയാളം തന്നെയാണ്. ഇത് ലിപി അറബിയാണെന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് പഴി കേട്ട സമൂഹമാണ്. നമ്മളെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങളാൽ ഇത് ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് ഇന്നലെ കൊല്ലം 782 ഞാൻ ഓർത്തേ ഈ മാലേനെ 155 കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. ഹിന്ദിമാനുള്ള വരികളാണ് അല്ലേ? കൊല്ലം 782 എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം 782 എന്ന് പറഞ്ഞാൽ എന്താ? മലയാള വർഷം 782ആണ്. മലയാള വർഷവും അറബി വർഷവും അതിനൊക്കെ ക്രിസ്തു വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 824 825. അപ്പൊ അത് വെച്ചാണ് നമ്മൾ 1607 മുഹിദ്ദീൻമാല ഉണ്ടായതെന്ന് പറയുന്നത്. ആ 1607 മുമ്പേ ഇവിടെ ഇങ്ങനെ ഒരു തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം എഴുതിയിട്ടില്ല. അതിന് മുമ്പ് ഇവിടെ മുഹിദ്ദീൻമാല എഴുതിയിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ ആദ്യത്തെ ഇങ്ങനെ ലക്ഷണമൊത്ത കാവ്യങ്ങളൊക്കെ അറബി മലയാളത്തിലാണ് ഉണ്ടായത്. ഞാനിപ്പോ വന്ന് ഈ പുതിയൊരു വിഷയം ഉണ്ടാക്കുകയല്ല. ഇത് നമ്മുടെ മുമ്പിലുള്ള ചരിത്ര സത്യങ്ങളാണ്. ഈ സത്യത്തെ കുറിച്ച് അറിയാത്തത് നമ്മളെ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഗൗരവമായ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ഒരു പിന്മുറക്കാരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ മുസ്ലിം പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ 2026. അങ്ങനെയാണെങ്കിൽ മലയാള വർഷം 1201. ഇത് ഈ കണക്ക് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ കലണ്ടറെടുത്ത് നോക്കുക. 1201
ഇടവ മാസം ഇത്രാം തീയതി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വലിയൊരു പൈതൃകമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ പാട്ട് പാടി മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? അവന്റെ ഭക്തി, ഒരു പ്രണയമുണ്ട്, ഭക്തിയുണ്ട്, പ്രവാചക പ്രകീർത്തനമുണ്ട്, ഉപദേശങ്ങളുണ്ട്, ജീവിതമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഇതെല്ലാം ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭക്തി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാവ്യാത്മകമായി നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ സമീപിക്കാം. ഏകദൈവമായ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ പ്രസംഗം നടത്തിയേക്കാൾ അതിനപ്പുറം ഒരു പാട്ട്, ഒരു കവിതക്ക് വലിയ സ്ഥാനമുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പോ ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് കേട്ടൊരു പാട്ടുണ്ട്. വയലോരത്തൊരു കാതിർക്കൂല കുത്തി പറക്കുമ്പോൾ മതിമറന്നൊരു ചെറുകിളി പാടി വയർ നിറച്ചിടാൻ ധാന്യക്കുലയേകി എനിക്കെന്നെ പടച്ചവനൊരുവനാണ് അവനിലാകി. അള്ളാഹ് ഈ ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവനും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഭക്ഷണവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വയലോരത്ത് വന്ന് നെല്ലിന്റെ കടൽ കൂടെ കൊത്തിത്തുന്ന കിളി പറയാം, എനിക്ക് ഈ ഭക്ഷണം തന്ന അവനാണ് ഏകനായ ഇലാഹിയത്. അങ്ങനെയാണ് കാവ്യാത്മകമായി ഇതിനെ സമീപിക്കുന്നത്, അല്ലേ? കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കണം. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു മനോഹരമായ ആകാശത്ത് നക്ഷത്രക്കൂട്ടങ്ങളെ. ഈ നക്ഷത്രക്കൂട്ടങ്ങൾ എന്തുപോലെയാണ് നമ്മളൊരു കല്യാണ പന്തലിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ വിധാനിച്ചതുപോലെ മിന്നി തിളങ്ങും മിന്നാമീനും ഇന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കണിക്കും താരങ്ങൾ. മണ്ണിനു മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. ഇത് മുട്ടാതെ, അല്ലെ, വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ, വിണ്ണിൽ വെട്ടിത്തിളങ്ങുന്ന താരങ്ങൾ, അല്ലെ? ആകാശത്തിൽ വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ, മിന്നിൽ വെട്ടിത്തിളങ്ങുന്ന താരങ്ങൾ, മണ്ണിൽ വെട്ടം ചൊരിയുന്ന ദീപങ്ങൾ, പൊട്ടിത്തകേരാതെ മുട്ടിപ്പിളരാതെ സൃഷ്ടിച്ചത് ഈ മണ്ണിലാരാണ്? അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. പാടും മയിലും കുയിലുണ്ട്, കാട്ടിലോടി കളിക്കുന്ന മാനുണ്ട്, വൈവിധ്യ വർണ്ണങ്ങൾ ഇത് സൃഷ്ടിച്ചത് ഈ മണ്ണിലാരാണ്? ഇതൊക്കെ നമ്മുടെ ലോകത്തെ കുറിച്ച് മഹാന്മാരായ ആളുകളെ ഓരോ കവിതകളും പാട്ടുകളും ഒക്കെയാണ്. പ്രാർത്ഥനക്ക് വലിയ സ്ഥാനമുണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനക്ക്, തേട്ടം, അല്ലെ? മൊത്തത്തിലായുസ്സൊരൽപ്പം മനുഷ്യർ നിത്യമുറക്കത്തിൽ പാതി കഴിയുന്നു. മനുഷ്യന്റെ ജീവിതം 70 വയസ്സാണെങ്കിൽ അത് ബാക്കി പകുതി നമ്മൾ ഉറങ്ങുകയാണ്. മൊത്തത്തിലായുസ്സൊരൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാതി കഴിയുന്നു. ഇതിന്റെ പ്രാസം മൊത്തം നിത്യം ഒക്കെ പണ്ടത്തെ ആളുകൾ അങ്ങനെയാണ്. ബാക്കി പകുതിയിൽ എന്തെല്ലാം ചെയ്യണം, ഹക്കീമൊരുവൻ നീ എന്നെ തുണക്കണം. പ്രാർത്ഥനയാണ്, അല്ലേ? ളുൽമിന്റെ ചീത്ത പഴമാണ് ഈ ലോകത്ത്, ഇൽമിന്റെ ഈത്തപ്പഴമാണ് ഹാജത്ത്. ദുൽമിന്റെ ചീത്തപ്പഴവും ഇൽമിന്റെ ഈത്തപ്പഴവും, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയാറ്. ഇതൊക്കെ മനുഷ്യന്റെ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കലാകാരൻ നമ്മളെ മുമ്പിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഈ പാട്ട് എഴുതിയ ആളുകൾ എഴുതുമ്പോൾ നമുക്കത് സുന്ദരമായിട്ട്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ അയാൾ അത് കണ്ടെത്തുകയാണെന്നുള്ളതാണ് അയാളുടെ ഒരു പ്രത്യേകത. ഇപ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ നിസ്സഹായമായ ഒരവസ്ഥയാണ്. നമ്മളെ കൺട്രോൾ അല്ലാതെ ചില കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് ആരും ശാശ്വതമായി ഇവിടെ ജീവിച്ചവരല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആരൊക്കെ ജീവിക്കുമായിരുന്നു നിങ്ങൾ ആലോചിച്ചു, അല്ലേ? പലരെല്ലാം ഇതുവഴി വന്നു പോയി. പല മനുഷ്യരും ഈ ലോകത്ത്, പ്രവാചകന്മാർ, താബിഈങ്ങൾ, ഔലിയാക്കൾ, ആത്മീയ നേതാക്കന്മാർ, ഇവരൊക്കെ വന്നുപോയിട്ടുണ്ട്. പകലിരവുകൾ മാറി എന്തുണ്ടായി? പകലും രാത്രിയും മാറി മറഞ്ഞു. എന്തുണ്ടായി? കാര്യങ്ങൾ പഠിപ്പിച്ചോരെല്ലാം പോയി. കാരക്കത്തൈകൾക്ക്
വളങ്ങളായി. കാരക്ക തൈകൾക്ക് വളങ്ങളായി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആത്മീയപരമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാട്ടുകൃതി ചെയ്ത് നബിതങ്ങളെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലേ? മുത്തിലും മുത്തായ മുത്തൻ, ഹക്കിലും ഹക്കായ ഹക്കല്ലേ, ശോകാന്തം നീക്കും ഉഷസ്സല്ലേ, എന്നും പാരിജാതത്തിൻ മണമല്ലേ. മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേകിയ കദർഗത്തും റസൂലിന്റെ തിരൂറൗള ശരീഫന്റെ കരൾ കൊണ്ട് കാണി കാണാൻ വിധി കൂട്ടല്ലാ, വിധി കൂട്ടല്ലാ. അല്ലാഹു റസൂലിനെ കുറിച്ച് എത്ര പാട്ടെന്ന് അറിയാം. മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂലിയാസി മുഹമ്മദ് റസൂലേ ഉദാര സിറാജ ഉദയ ചെങ്കോലേ. എത്ര പാട്ടുകളാണ് ആലോചിച്ചു. ആകെ ലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ആദിജ്യോതി പൂരണ വിത്തൊളി ഇതിങ്ങനെ പാടിയൊക്കെ പോകും. ആദിജ്യോതി തന്നെ ആദ്യത്തെ നക്ഷത്രം. ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ ആദം നബിയുടെ കാലത്ത് തന്നെ അല്ലാഹു റസൂലിന്റെ പ്രഭയുണ്ടെന്ന് പറയുന്ന ഹദീസുകളൊക്കെ വളരെ മനോഹരമായിട്ട് ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ നമ്മളിങ്ങനെ പാടിപ്പോകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കല്ല. മനുഷ്യ പിതാവ് ആദം മാതാഹമാ സഹീതം, ഇതൊക്കെ നമ്മളെ പകലിൽ നിശാനിയാലം പരിപാലക സഹായ. പകലിൽ നിശാനി, പകലും രാത്രിയും ഈ ലോകത്തെ പരിപാലിക്കുന്ന പഠിച്ചവനെ. ഇതൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളിതിലൊക്കെ ഇത് കൈയടിച്ച് താളം പിടിച്ചങ്ങ് പോവാൻ ചെയ്യുക. പാട്ടുകളുടെ ഒക്കെ ഒരു ലോകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവരൊക്കെ ഉദ്ദേശിച്ച മഹാന്മാരായ ആളുകൾ. ഈ കവികളൊക്കെ നമ്മൾ അറിയാതെ അതിൽ ഒളിപ്പിച്ചു വെച്ച സൗന്ദര്യത്തിന്റെ ചില പ്രതീകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. നമ്മുടെ കഥ കേട്ടത്, നമ്മുടെ ചരിത്രം കേട്ടത് അല്ലെ, നമ്മൾ കഥ കേട്ടത് മഹാന്മാരായ പ്രവാചകന്മാർ. അപ്പൊ ബലിപെരുന്നാളാണ് വരാൻ പോകുന്നത്. എത്ര പാട്ടുകൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി നൽകിയോരോമന കുഞ്ഞിനു നറുമണമുള്ളൊരു പൂവിന് തുല്യം നലവർ നബി മുത്ത് മണത്ത് വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ കിടുകിടഞ്ഞിട്ട് വിറച്ചു ഖലീലുള്ള ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിന്റെ കുദറത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ഇതൊക്കെ നമ്മൾ ചെറുക്കുന്ന ആറ്റ കനിമോനെ ഇതാ നിന്നെ പോൽ ഏറ്റവും സുഖമെന്റെ മനസ്സിലിപ്പോൾ. പാപ്പയും മോനും ഇങ്ങനെ പോവാണ്. മോനെ കൊണ്ട് ബാപ്പ അറക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ മോൻ പറയാണ്, ഉടനെ കഴുത്തന്റെ ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. അങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ബാപ്പ, നിങ്ങൾ എന്നെ അറക്കുകയാണ് വേണ്ടത് അല്ലേ? മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. ഇതൊക്കെ നമ്മളെ കൊണ്ടുപോയ പാട്ടുകൾ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ, കഥകൾ, സംഭവങ്ങൾ, പ്രവാചകന്മാരെ കുറിച്ച് ഇതൊക്കെ കലാസാഹിത്യ രംഗത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മാനങ്ങളിലൂടെ കേട്ടതും കണ്ടതും. ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മത്സരമൊക്കെ ഇന്നതിന്റെ മത്സരത്തിന്റെ അപ്പോ നിങ്ങൾക്ക് അതിന്റെ സമയത്തിന്റെ ക്രമമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കും ഇങ്ങനെ നമ്മുടെ കഥകളും നമ്മുടെ ചരിത്രവും നമ്മുടെ സംഭവങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ അതിന്റെ ഒരു ഓളത്തിലൂടെ സഞ്ചരിച്ചൊരു കാലഘട്ടമാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച കാലഘട്ടം, ഉപദേശങ്ങൾ നമുക്ക് തന്ന കാലഘട്ടം. ആ കാലഘട്ടമൊക്കെ മറന്ന് നമ്മൾ ഇന്ന് മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രശ്നം തന്നെ, പ്രധാനമായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. വേറെ ഒന്നിനും സമയം കിട്ടാതെ നമ്മളിപ്പോ സംസാരിക്കാൻ പോലും നമുക്ക് സമയമില്ല.
വീട്ടിലൊരാൾ വന്ന് നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ഒരിപ്പോ ഞാനിപ്പോ ഈ സംസാരിക്കുമ്പോൾ അരമണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ ലോകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള പേടിയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്ക് ഫോൺ നോക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കാര്യം പറയുന്നത് നിങ്ങളൊക്കെ ഓരോരുത്തരുടെയും കാര്യം അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ പോലും അത്തരം സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഇതിനൊന്നും എതിർക്കുകയല്ല, കാരണം ഇതൊന്നും നോക്കണ്ടെന്നോ കാണണ്ടെന്നോ പറഞ്ഞു. നമ്മുടെ നല്ല കാഴ്ചകളുടെ വിജ്ഞാനം ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ കാണുക എന്നുള്ള ഒരു സംഭവത്തില് പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധ വേറൊരു ഭാഗത്തേക്ക് പോകും. അത് കാണുക എന്നുള്ള കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. ഈ വിഷ്വൽ മീഡിയ ഉണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. നമുക്ക് വേറെ ഒന്നിനും കഴിയല. നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ സമയത്തെ അതിക്രമിക്കുകയാണ്. ഇപ്പോ റേഡിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു കാലത്ത് നമ്മൾ വാർത്തകൾ കേൾക്കും. ഇപ്പോ നമ്മൾ ചിലപ്പോ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പാട്ടും ഒക്കെ ഇപ്പോ വെള്ളിയാഴ്ചയും പിന്നെ ചൊവ്വാഴ്ചയൊക്കെ ഭക്തിഗാനം ഉണ്ടാവും. ത്വാഹറസൂലുള്ളി വീശിയ നാട്ട് താരകമായൊരു ബൈത്തുള്ള ഞാൻ അന്ന് കേട്ട പാട്ടാണ്. ഷർഫ് മുസ്തഫായ റസൂലേ, ആകാശവാണി കേട്ട പാട്ടാണ്. ഈ ആകാശവാണിക്ക് ഒരു ഗുണം പറയും, നമ്മളത് ആകാശവാണി തുറന്നു വെച്ചാൽ അടുക്കളയിൽ പെണ്ണുങ്ങൾക്ക് പണിയെടുക്കാം, നമുക്ക് പറമ്പിൽ പണിയെടുക്കാം. ഇതിങ്ങനെ നമ്മൾ സമയത്തെ കുറിച്ച് ബാലരോഗം, ശിശുരോഗം, ഇതിന്റെ സമയം നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ നമ്മുടെ ഈ വിഷ്വൽ മീഡിയയുടെ ഒരു കാലം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ടിവിയുടെ മുമ്പിലോ ഫോണിന്റെ മുമ്പിലോ നമ്മൾ ഇത് തന്നെയാണ്, വേറൊരു പണി നടക്കില്ല. നിങ്ങളൊക്കെ ദിവസം എത്ര സമയം ഇതിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നു എന്ന് ആലോചിച്ചാൽ പണ്ടുള്ള മഹാന്മാരായ ആളുകൾ, നമ്മളെ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു സമയം അവർക്ക്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എന്റെ ഉപ്പയൊക്കെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആളുകൾ അറിയാം. അധ്യാപകനായിരുന്നു, നാട്ടിലെ കാര്യങ്ങൾ ഇടപെടുന്ന ആളായിരുന്നു, യതീംഖാനയിലൊക്കെ വലിയ സജീവമായിരുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്, വളരെ പൊതുരംഗത്തുണ്ടായിരുന്ന ആളാണ്. ഞാനിങ്ങനെ വാപ്പൊക്കെ മരിച്ചതിന് ശേഷം ആളുകൾ എന്ന് പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരുന്നു, എന്റെ മോന്റെ ഒരു അഡ്മിഷന് വേണ്ടി അക്കാലത്ത് അങ്ങനെ പോന്നിരുന്നു. ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ സമയം അവർക്ക് ഇങ്ങനെ ഉണ്ടായി. നമുക്കിപ്പോ ഒന്നിനും സമയമില്ല. സമയമില്ലാത്തതിന് കാരണം എന്താ? നമ്മുടെ സമയം കൂടുതൽ ഇതിലാണ്. ഈ സമയം ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കൂ, എത്ര സമയം ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ നോക്കിയിട്ടാ ഉറങ്ങുക. നമ്മളൊക്കെ ഒരു സ്ഥിതി അതാണ്. അങ്ങനെ നമ്മുടെ സമയം കവരുന്ന കാലഘട്ടത്തിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല, ഈ കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ നല്ല കാഴ്ചകളൊക്കെ കാണുക, നല്ല പാട്ട് കേൾക്കുക, ഉപദേശകരമായ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നെങ്കിൽ അതൊക്കെ കേൾക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതിനെ ഒരു ധാർമ്മിക വശം ജീവിതത്തെ ബാധിക്കുന്ന ഇങ്ങനെയുള്ള സാഹിത്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥയും ചരിത്രവും ഒക്കെ നമ്മളെ പഠിപ്പിച്ച, നമ്മൾ എന്ത് ചെയ്യണമെന്നും എന്ന് ചെയ്യണ്ട എന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാലം. സോഷ്യൽ മീഡിയയുടെ നമ്മൾ അപഹരിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം, അല്ലെങ്കിൽ ഇത് വലിയ ഗൗരവമായ സംഗതിയായി നമ്മൾ തലമുറയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ കാര്യങ്ങൾ. നമ്മളൊരു കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുമ്പോൾ, അപ്പൊ ഞാൻ ഇന്നലെ എന്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകൻ, അവന് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ SSLC നല്ല മാർക്കുണ്ട്. അവന് ഒരു എൻട്രൻസ് വിഷയങ്ങൾ എൻട്രൻസിന്റെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് ഈ കുട്ടിയെ. നല്ല കുട്ടിയാണ്. പക്ഷേ 4 ദിവസമായിട്ട് ആ കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിട്ട് അവന് പഠിക്കാനുള്ള താല്പര്യം, പക്ഷെ ഒരു നിലത്തോടെ നിൽക്കില്ല എന്നാ പറയുന്നത്. അപ്പോ രക്ഷിതാക്കൾക്ക് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കിയിട്ടാണ് ഈ അഡ്മിഷനൊക്കെ വാങ്ങിയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവന്റെ പ്രശ്നം, അവൻ വീട്ടിൽ നിന്ന് ദിവസവും വന്നു പോയ സ്കൂളിലെ അവൻ പഠിക്കുള്ളൂ. പ്രധാനപ്പെട്ട കാരണം ഒരു ഫോൺ അഡിക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തില് ആഴ്ചയിൽ 2 ശനി ഞായറും 1/2 മണിക്കൂർ വീതമേ ഫോൺ അനുവദിക്കുകയുള്ളൂ. ഈ 24 മണിക്കൂറും ഫോണിലുള്ള ഈ പഠനത്തിന്റെ ഇടയിൽ ചെലവഴിക്കുന്ന കുട്ടിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. രക്ഷിതാക്കള് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു നിയന്ത്രണം വരുത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മള് ഈ കലയുടെയും സാഹിത്യത്തിന്റെയും ധാർമ്മികമായ വശം എന്ന് പറയുന്നത്, അതൊക്കെ ജനങ്ങളിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന തരംഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ നമ്മൾ നന്മ ഉപദേശിച്ചാൽ ചിലപ്പോ അവര് അത് ഇപ്പൊ SSFന്റെ ഈ പരിപാടിക്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം, കൗമാരത്തിന്റെ ഒരു കാലഘട്ടം, അത് ചെറുപ്പക്കാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. നമ്മൾ എങ്ങനെയൊക്കെ നിയന്ത്രിച്ചാലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ കുട്ടികളെ ഒരു 15 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചും നമുക്ക് അധികം ചികിത്സയും ചോദിച്ചാൽ നമ്മളും അവരും തമ്മിൽ ഉള്ള ബന്ധത്തിന് അത് ബാധിക്കും. പിന്നെ അവരുടെ മനസ്സിൽ കയറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് 15ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം. ഞാൻ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു കിട്ടും, എന്റെ ഒരു അനുഭവമുണ്ട്. ഞാനൊരിക്കലും
ഒരു എന്തോ രാത്രിയിൽ വൈകിട്ട് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് അവിടെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകൻ, ആ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൻ, ഒരു കൊച്ചു കുട്ടികളും അവിടെ രാത്രി 2 മണിക്ക് അവരും ചായ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 17 വയസ്സുള്ള +2 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഞാൻ അവരോട് പിന്നെ എന്നെ കണ്ട് വലിയ ബഹുമാനമൊക്കെ പറഞ്ഞു, മാഷെ ഇവിടുന്ന് വരിക നമുക്ക് ചോദിച്ചൊക്കെ തിരിച്ചയച്ചു. പക്ഷെ എനിക്ക് ആ പയ്യന്റെ കൂടെയുള്ള കുട്ടികളുടെ സ്വഭാവം അത്ര പിടിച്ചില്ല. ഞാൻ പിറ്റേന്ന് രാവിലെ എന്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, മോനെങ്ങനെ പഠിക്കാനൊക്കെ പോവായിരിക്കും, പക്ഷെ ഞാൻ അവന്റെ ഒരു നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് തോന്നിയില്ല. രാത്രി 2 മണിക്കൊക്കെ എനിക്ക് ഇറങ്ങി നടക്കുന്നു, അതൊന്നും ഒരു നല്ല പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോ അത് എന്റെ സുഹൃത്തിന് അത്ര ബോധിച്ചില്ല എന്ന് മാത്രമല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ നീ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യയോട് പണി പോകുന്നത്? അയാളുടെ ഭാര്യ എന്റെ ഭാര്യയോട് പറഞ്ഞു, മാഷക്ക് എന്റെ മോനെ നോക്കലാണോ പണി എന്ന് വെച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്നെ സങ്കടപ്പെടുത്തിയ കാര്യം 6 മാസത്തിനുള്ളിൽ മാരകമായ മയക്കുമരുന്ന് കയ്യിൽ വെച്ചിട്ട് പേരിൽ ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത ഫോട്ടോ ഞാൻ പത്രത്തിൽ കാണുകയുണ്ടായി. നമ്മുടെ ഒരു കൗമാരത്തിന്റെ ഒരു വലിയ പ്രശ്നമാണിത്. പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കലും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ചുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നമില്ല. അപ്പൊ ആ കൗമാര കാലഘട്ടത്തെ ഈ ധാർമ്മികമായ തരത്തിലേക്ക് നമ്മളുടെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ SSF പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്യുന്ന ഒരു ഇതിലൊക്കെ ആക്റ്റീവ് ആവുന്ന കുട്ടിക്ക് ഒരു ഗുണമുണ്ട്. എന്താ വെച്ചാല് ഇവിടെ കഴിഞ്ഞ വർഷം സെക്ടർ സാഹിത്യോത്സവം നടന്ന സ്ഥലത്ത് വെച്ച് പ്രഖ്യാപിച്ചതാണ് അടുത്ത വർഷം ഇവിടെയാണ്. അപ്പോ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിന്റെ സംഘാടകരും കുട്ടികളും ഇതിന്റെ പിന്നാലെയാണ്. അവർക്ക് ഇന്നിപ്പോ ഡിവിഷൻ സാഹിത്യോത്സവം ഇവിടെ നടക്കുന്നു, അവിടുത്തെ പണി തുടങ്ങിക്കഴിഞ്ഞു. 1 വർഷം മുമ്പേ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ വർഷം മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സാഹിത്യോത്സവത്തിന്റെ തുടങ്ങി. അപ്പൊ കുട്ടിക്ക് വേറൊന്നും സമയം ഉണ്ടാവില്ല. ഇതിന്റെ ഒരു ലോകത്ത് അതിന്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യണം, പന്തലുണ്ടാക്കണം. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു അവരുടെ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഗൗരവമായ കാര്യമാണ്. പുറത്തുള്ള കാര്യങ്ങൾ അത്ര ശുഭകരമായ കാര്യങ്ങളല്ല. ഞാൻ SSF ഒക്കെ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ ഈ ഡിവിഷൻ മത്സരം നടക്കുന്നു, ശാസ്ത്രീയമായ രീതിയിൽ ജില്ല നടക്കുന്നു, സംസ്ഥാനം നടക്കുന്നു. കഴിഞ്ഞ റമദാന്റെ മുമ്പ് എന്നെ മലപ്പുറം റവന്യൂ ജില്ലയിലെ ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെ പ്രസംഗത്തിനായിട്ട് എന്നെ ബുക്ക് ചെയ്തത് റമദാന്റെ മുമ്പ് ബുക്ക് ചെയ്തത്. ഞാൻ ചോദിച്ചു 5-6 മാസം കഴിയില്ലേ? ഫെബ്രുവരി മാസത്തിലാണ്, ജൂലൈ മാസത്തിലെ കാര്യം പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങളങ്ങനെ ചിട്ടവട്ടത്തോട് നേരത്തെ ഇന്ന സ്ഥലത്താന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തിരിക്കുക. ഞങ്ങളൊക്കെ അത്രയ്ക്ക് ചിട്ടവട്ടത്തോടു കൂടിയാണ് SSF ഒരു പരിപാടി ചെയ്തത്. ഞാനിങ്ങനെ നിങ്ങളിപ്പോ എന്നെ വിളിച്ചുകൊണ്ട് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമില്ല. കൊറോണയുടെ കാലത്ത് പോലും വളരെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്ഥാന മത്സരം തളിപ്പറമ്പിൽ വെച്ച് നടന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. ധാർമ്മികമായ രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം കൊണ്ടുപോകുന്ന ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുകുമ്പോൾ അവരറിയാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല. ഈ ഒരു വലിയ കൂട്ടായ്മയാണ് SSF പോലുള്ള പ്രസ്ഥാനങ്ങളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിനിടയിലാണ് അവരുടെ കൗമാരകാലത്തെ ത്രസിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പാട്ടും കളിയൊക്കെ. അതിനിടയിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നല്ല പാട്ട് പാടുമ്പോൾ, നല്ല കഥ എഴുതുമ്പോൾ, നല്ല ലേഖനങ്ങൾ എഴുതുമ്പോൾ, നല്ല ഭാവനകൾ ഉണ്ടാവുമ്പോൾ അവർ പിന്നെ വായനയുടെ ലോകത്തേക്കാണ് അവർ പോവുക. അതൊക്കെ നല്ല രീതിയിലാക്കി തീർക്കാൻ ഇത്തരം സാഹിത്യോത്സവ പരിപാടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ അവർ ഈ സമൂഹത്തോട് ചെയ്യുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. പഴയ പോലെയുള്ള കാര്യങ്ങളല്ല ഇപ്പൊ സംസാരിക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഫാസിസമാണെങ്കിൽ ഒരു 10 വർഷം മുമ്പ് അതല്ല. അപ്പൊ ഓരോ കാലഘട്ടത്തിലും കാലത്തിന് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു കാര്യമൊന്നുമില്ല. അപ്പൊ കാലത്തിന്റെ കാര്യങ്ങളെ പഠിക്കുക എന്നുള്ളത് വലിയൊരു ഗൗരവമായ കാര്യമാണ്. അപ്പോ കലക്കും സാഹിത്യത്തിനും ഈ മാറ്റങ്ങൾ ഉണ്ടാവും. അതും സ്വാഭാവികമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടിപ്പോ സ്ത്രീധനം പോലെയുള്ള സമ്പ്രദായങ്ങൾ സജീവമായ കാലഘട്ടത്തിൽ, നമ്മളൊക്കെ സ്ത്രീധനത്തിനെതിരെ ഇങ്ങനെ പാട്ട് പാടി, ദുരിതം നിറഞ്ഞ ജീവിതത്തിനെന്നെ കരകേറ്റി തരണം പടച്ചോന്, എന്റെ കരളിൽ കാണിയായ പൂമോളെ കെട്ടിക്കാൻ വഴി കാണുന്നില്ല റഹ്മാനെ. ഒരു വാപ്പയുടെ സങ്കടം ഇങ്ങനെ പറയാണ്. പണ്ടത്തെ പാട്ടാണ്, പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ,
പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പ് കരുതിക്കോ, ഉന്നത തറവാട്ടുകാരനെന്ന സമ്മതി നേടിക്കോ. അഴകുള്ളൊരു പെണ്ണാണെങ്കിലും സ്ത്രീധനമില്ലാതെ എങ്ങനെ കെട്ടും? അതൊക്കെ പണ്ടിങ്ങനെ പാടിയ പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല കാലത്ത്. പുരുഷന്മാരെ ചന്തയിലെ വൻകാലി കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. ഇതൊക്കെ സ്ത്രീധനത്തിനെതിരെയുള്ള പാട്ടുകളാണ്. ഇന്നിപ്പോ ഇങ്ങനെ ഒരു പാട്ട് പാട്ട് കാര്യമാണ്. ഇന്ന് ആരെങ്കിലും സ്ത്രീധനം വാങ്ങുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കണമെങ്കിൽ പുരുഷന്മാരെ കുറിച്ചാണ്. നമ്മളൊക്കെ കുട്ടികൾ, ആൺകുട്ടികളുടെ സങ്കടമാണ് ഏറ്റവും വലുത് ഇന്നത്തെ കാലത്ത്. നിങ്ങൾ ആലോചിക്കും, നമ്മളെയൊക്കെ ഒരു ആൺകുട്ടി കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പൊ എത്ര സാമ്പത്തികമായ ബാധ്യതയുണ്ട്. ഇപ്പൊ പാട്ടുണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് എന്റെ കുടുംബത്തിലൊരു കല്യാണം കണ്ടിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ കുടുംബത്തിൽ പെൺകുട്ടിയുടെ കല്യാണമാണ്. ആ പെൺകുട്ടിക്ക് ഒരു ചെലവും ഉണ്ടായിട്ടില്ല. എന്നെ ഹാളിൽ വെച്ചാ നിക്കാഹിന്റെ പൈസ കൊടുക്കുന്നത് ആൺവീട്ടുകാരാണ്. ആ നിക്കാഹിന് ഒരു ഏറ്റവും ചെറിയ 4-5 പവൻ മഹറുണ്ട്. 4-5 ലക്ഷം രൂപ അതിന് വേണം. ആ പെൺവീട്ടുകാരുടെ സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം. മാത്രമല്ല, ഈ നിക്കാഹ് കഴിഞ്ഞ പാട് കണ്ടത് ആ വീട്ടിലേക്ക് 3 പെട്ടി ഇങ്ങനെ ഉരുണ്ട് വരുന്നത്. 1 ലക്ഷം രൂപന്റെ മിഠായിയാണ്. 3 പെട്ടി ഇങ്ങനെ ഉരുണ്ട് വരുന്നതാണ്. ഞാൻ ചോദിച്ചത് എന്താണ്, അതിപ്പോഴത്തെ ഒരു രീതിയാണെന്നാ പറഞ്ഞത്. ഒരു 75,000 രൂപയുടെ മൊബൈൽ, 12 ജോഡി ഡ്രസ്സ്. ആ ചെറുക്കന്റെ വീട്ടുകാർക്ക് എത്ര രൂപയാവേ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കും. 10 ലക്ഷം രൂപയ്ക്ക് വേറെ അങ്ങോട്ടും പോകണ്ട. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആകെ ഈ പെൺകുട്ടിക്ക് അന്ന് 2 ഡ്രസ്സ് മാത്രമേ ചിലവേ ഉള്ളൂ. ഒരു 10-25,000 രൂപ മാത്രം. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പാട്ടുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടികളെ വീട്ടുകാർക്കല്ല പ്രശ്നം, ആൺകുട്ടിയുടെ വീട്ടുകാർക്കാണ്. അപ്പോ ഇപ്പോഴും നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിൽ പോയാൽ പെൺകുട്ടിയുടെ വീട്ടിലെ അവിടെ പൈസ കൊടുത്തു, ശരിക്കും ആൺകുട്ടിയുടെ വീട്ടിലെ പൈസ കൊടുത്തിട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ നാളെ ഏതോ പെൺകുട്ടിയുടെ കല്യാണം ഉണ്ടെങ്കിൽ മാഷ് പറഞ്ഞ് പൈസ കൊളാക്കി വിചാരിക്കുന്നത്. സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാനിവിടെ സത്യസന്ധമായി നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇത് വലിയ ഗൗരവമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇത്തരം മാറ്റങ്ങൾ, അപ്പൊ അതിനെതിരെയുള്ള പ്രതികരണം വേണം. പഴയ കാലത്തെ പോലെ ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആരോ ആവട്ടെ, ആരോ ജയിക്കുകയെ തോൽക്കുകയെ, അതൊക്കെ ഓരോ കൊല്ലം മാറി മാറി വരും. അതൊക്കെ വേറെ കാര്യം. പക്ഷേ പത്രത്തിലൊക്കെ ആണ് എത്ര നായർ, എത്ര ഈഴവൻ, ഈ മന്ത്രിസഭയിൽ എത്ര ഈഴവനുണ്ട്, എത്ര നായരുണ്ട്, എത്ര ഹിന്ദു ഉണ്ട്, എത്ര മുസ്ലിം ഉണ്ട്, അതിൽ ലത്തീൻ കത്തോലിക്കർ എത്ര ഉണ്ട്, നാടാർ എത്രയുണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വിഭാഗീയമായി ചിന്തിപ്പിക്കാണ്. രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുക്കുമ്പോൾ ജാതി നോക്കിയല്ലോ നേതാവാക്കുക. പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണ്, എന്നിട്ട് പലർക്കും അവസരം നഷ്ടപ്പെട്ടു. നല്ല പ്രഗത്ഭരായ രാഷ്ട്രീയക്കാർക്ക് ജാതിയുടെ പേരിൽ വേറൊരു നായരുള്ളതുകൊണ്ട് വില കിട്ടുന്നില്ല. ഇങ്ങനെ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. നമ്മളിങ്ങനെ ജാതിയും മതവും ഉപജാതിയും നോക്കി മനുഷ്യനെ കാണുകയാണ്. വോട്ട് ചെയ്യുമ്പോൾ ഏത് ജാതിയാണ്, ഏത് മതമാണെന്ന് വോട്ട്. ഇതിങ്ങനെയൊക്കെ ഒരു കാലത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് വളരെ ആപൽക്കരമായ ഒരു കാര്യമാണ്. ഇതിനെതിരൊക്കെയാണ് ഇക്കാലത്ത് കലാകാരന്മാർ പ്രതികരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്ത നാട് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കുക. ഞാൻ എളേറ്റിൽ ഗവൺമെന്റ് UP സ്കൂളിൽ പഠിച്ച കാലത്ത് എന്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും എനിക്കറിയാം. വീട്ടുപേര് പറഞ്ഞാൽ ഞാൻ പറയും, പന്നിക്കോട്ടൂർ വരെ പറയും. കാരണം അറിയാം, അതൊക്കെ പന്നിക്കോട്ടൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ എന്റെ സ്കൂള്, ഞാൻ പഠിച്ച സ്കൂളാണ് പഠിച്ചത്. പന്നിക്കോട്ടൂർ LP കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ സ്കൂളാണ്. ഈ ഭാഗത്തുള്ള എന്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ വീട്ടുപേരറിയാം. എനിക്ക് ഇവിടെയുള്ള പന്നിക്കോട്ടൂരുടെ വീട്ടുപേരിട്ട് എന്നെ ആളാണെന്ന് എനിക്കറിയാം. കാരണം എന്റെ കാലം അങ്ങനെയാണ്. എന്റെ കാലം ഇല്ല, ഒരാള് പേര് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ആരെയും അറിയില്ല. നിങ്ങളെ വീട്ടിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെ ആര് ഏട്ടനെ അനിയെന്നൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല എന്റെ കൂടെ പഠിച്ചവന്റെ ഏട്ടനാണ് അനിയനാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ അടുത്ത് എന്റെ നാട്ടിലൊരു ഹൈന്ദവ സഹോദരന്റെ കല്യാണത്തിന് പോയപ്പോ എന്റെ കൂടെ പഠിച്ചവന്റെ ഒരു പെങ്ങൾ അവിടെയുണ്ട്. ഞാൻ അവിടെ കണ്ടിട്ടിരിക്കുന്ന 40 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ അവൾ എന്റെ അടുത്ത് വന്നു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന ആളല്ലേ, ഇന്ന ആളെ പെങ്ങളല്ലേ. നിങ്ങൾ ഇപ്പോഴും ഇത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മളൊക്കെ പഴയ ആളുകൾ അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ പുതിയ കുട്ടി, നമ്മളീ കുട്ടികളെ വെച്ച് നോക്കിയാൽ പൊരന്റെ അടുത്ത വരെയല്ല പൊരന്റെ കുട്ടിന്റെ പേര് വെച്ചു, അവൻ പഠിക്കുന്ന സ്കൂൾ വെച്ച് നോക്കുക. അവർക്ക് ഓരോരുത്തരും ഓരോ സ്കൂൾ, ഓരോരുത്തരും എവിടെയാ പഠിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മളെ നാട്ടുകാരറിയില്ല, വീട്ടുകാരറിയില്ല, ഒരു മനുഷ്യനെയും അറിയില്ല. നമ്മൾ വിചാരിക്കും ഇപ്പോ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോണ്ട് കുടുംബങ്ങൾ, ഉമ്മന്റെ കുടുംബം, ബാപ്പന്റെ കുടുംബമൊക്കെ പിന്നെ പ്രത്യേകമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ ബന്ധം എന്ന് വെച്ചാൽ കുട്ടിക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു ഇളാപ്പന്റെ മൂത്താപ്പന്റെ കസീൻ എന്നൊക്കെ പറയില്ലേ, കുട്ടിക്കെല്ലാം കസീനാണ്. കുട്ടിക്കെല്ലാം കസീനാണ്. എന്റെ കസീനാണ്. നമ്മളെ മൂത്താപ്പന്റെ മോനാണ്, മൂത്തമ്മന്റെ മോനാണ്, ഇളയമ്മന്റെ മോളാന്നൊക്കെ പറയും.
കുട്ടികൾ അതിന് പറയുന്ന ഒരു പേര് കസിന്ന. എങ്ങനെയെന്ന് വെച്ചാൽ അത് ഓർമ്മ, അതൊരു ഓർമ്മ. നമ്മള് അമ്മാവന്റെ ഭാര്യ അമ്മായി അല്ലേ, നിങ്ങളെ കുട്ടികൾ എല്ലാം ആന്റി എന്ന് പറയാം. ഒക്കെ ആന്റിയാണ്, എല്ലാം ആന്റിയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഓർമ്മ ഉണ്ടാവില്ല. വീടിന് പുറത്തുള്ള പെണ്ണുങ്ങളൊക്കെ ആന്റി, വീടിന് പുറത്തുള്ള പുരുഷന്മാരൊക്കെ അങ്കിളുമാണ്. പക്ഷെ കുടുംബത്തെ പോലും അറിയാതെ, നാട്ടുകാരെ അറിയാതെ ഈ സമൂഹമൊക്കെ വളർന്നു വലുതാവുമ്പോൾ ഇവരെങ്ങനെ ഇവിടെ ജീവിക്കാൻ, നമുക്കിനെ ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മളതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മളെല്ലാവരെയും ഒരുപോലെയാണ് ഇതിന് കാണണമെന്ന് നമ്മുടെ വിശ്വാസവും ആചാരവും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രചോദനമായിരിക്കണം ഇത്തരം സാഹിത്യോത്സവമൊക്കെ. നാട്ടിൽ നന്മയുണ്ടാവട്ടെ, നല്ല കാര്യത്തിലൊക്കെ കുട്ടികൾ പോകട്ടെ. ആ തരത്തിൽ നമ്മുടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. പണ്ടൊരാള് പാടിയില്ലേ, 1980-കളിൽ എഴുതിയ പാട്ടാണ് അല്ലേ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചും മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവാകെ നടന്നു, എന്താ മനുഷ്യനെ കണ്ടില്ല. പൊന്നാനിയിലെ KV അബൂബക്കർ ഉസ്താദ് എഴുതിയ പാട്ടാണ്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് നടക്കാൻ എന്താണ്, അയാൾക്ക് ഭ്രാന്തുള്ളതൊന്നല്ല, ചൂട്ടിന്റെ ഇപ്പൊ ഇല്ല. പക്ഷെ എന്താ അറിയോ, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ കാണുന്നില്ല എന്ന് സങ്കടം പറയാണ് അല്ലേ. എല്ലാം തികഞ്ഞ ആനയെ തളക്കാനായി കരുത്തുണ്ടെന്നാലും ആനയെ തളക്കാഞ്ഞാൽ കാര്യമുണ്ടോ. ആനയെ തളക്കാനുള്ള കരുത്തൊക്കെ നമുക്കുണ്ട്, പക്ഷെ നമ്മളെ തളക്കാൻ സാധിക്കണം. ചില വരികളൊക്കെ നമ്മളെ പിടിച്ചിരുത്തും. ഞാനങ്ങനെ ചില വരികളൊക്കെ ശ്രദ്ധിക്കും. ഇപ്പൊ അടുത്ത അതിന്റെ വരികളാണ്. കാണിക്കുവാൻ ചെയ്യും കാര്യങ്ങൾക്കൊന്നിലും കാര്യങ്ങളില്ലെന്നത് ഓർമ്മയുണ്ടോ. മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കാര്യമില്ല, അവിടെ ഒന്നും ബാക്കിയാവുന്നില്ല എന്നാണ്. ബദർ നിന്റെ സദറിലാദ്യം നടക്കണം. ഇന്ന് ബദർ യുദ്ധം നടക്കേണ്ടത് എവിടെ? നമ്മൾ ഇന്ന് ബദറില്ലല്ലോ. ഇന്ന് ബദർ യുദ്ധം നടക്കുന്നത് നമ്മളെ ശരീരത്തിലാണ്. ബദർ നിന്റെ സദറിലാദ്യം നടക്കണം, ആ ബഹർ നീന്തിട്ടക്കരക്ക് കടക്കണം, സബറതെന്ന ശീലയായി കുടികെട്ടണം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും കൂടെ ക്ഷമയാണ്. കിബിറതെന്ന അബൂജാഹിലിൻ തലവെട്ടണം. നമ്മുടെ ശരീരത്തിലെ കിബിറാണ് അബൂജാഹിൽ, അവരുടെ തലയാണ് വെട്ടേണ്ടത്. അലി എന്ന ധൈര്യത്തെ അല്ലേ, ഹംസ എന്ന ശൗര്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അത് ഇന്നും നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു നല്ല ലോകത്തെ കാണാനും നല്ല മനുഷ്യരെ കാണാനും ഒരുമിച്ചിരിക്കാനും നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പുതിയ കാലത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കാനും ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനായി കാണാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം സാഹിത്യോത്സവ പരിപാടികളൊക്കെ സഹായകമാവട്ടെ. ഈ നാട്, ഈ മണ്ണെന്ന് പറയുന്നത് എല്ലാവരും കൂടി ഉഴുതുമറിച്ച മണ്ണാണ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ചോര വീണ മണ്ണാണ്. അവർ ഈ മണ്ണിനു വേണ്ടി പടപുരുതിയവരാണ്. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിലല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, എന്തിനു പിന്നെ കണ്ണീരു ചാലിട്ടൊഴുകിയതും നാടിനല്ലേ, നാടിനല്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൽ മക്കളെ, അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.